ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. പുതിയ ഇതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഹലോ, അപ്പം നമുക്ക് നമ്മുടെ ഹെയർ കെയർ ഒക്കെ ഒന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. എണ്ണ തേച്ച് ഇപ്പോൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. എൻ്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയുക, പച്ചവെള്ളം വെച്ചിട്ട് തല കുളിക്കാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ നീരിറങ്ങലും അതുപോലെ തന്നെ തുമ്മൽ, ജലദോഷം ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ മാത്രം എണ്ണ തേക്കലും അതുപോലെ തന്നെ തല കഴുകലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മറ്റേ രാസ്നാദിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്കിപ്പോൾ ഡെയിലി തല കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇത്തിരിയെങ്കിലും എണ്ണ തേച്ചിട്ട് ഞാൻ കുളിക്കാറുള്ളൂ. അപ്പോൾ അത് കുളിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ കാച്ചണ എണ്ണയാണ് കേട്ടോ ഞാൻ ഡെയിലി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് കുറച്ച് മാത്രം ഡെയിലി ഇപ്പോൾ എണ്ണ തേക്കണ കാരണം കൊണ്ട് കുറച്ചേശെയാണ് ഡെയിലി ഉപയോഗിക്കാറുള്ളൂ. നല്ല രീതിയിൽ അങ്ങോട്ട് പുരട്ടിയൊന്നും കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഞാൻ നിറയിൽ ഒന്ന് തേച്ചിട്ട് നല്ല പോലെ ഞാൻ മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഹെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡെയിലി ഒരു 5-10 മിനിറ്റ് മസാജ് കൊടുക്കണത് ഭയങ്കര നല്ലതാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുരട്ടണ എണ്ണയൊക്കെ ഹെയറിലേക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ പിടിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു മസാജ് എന്ന് പറയുന്നത്. പിന്നെ അതിനുപരി എന്താ പറയുക, മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ഉറക്കം വരുന്ന പോലത്തെ ഒരു ഫീലോ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നൈസായിട്ട് ഞാൻ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് മുകളിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. ഓക്കെ. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണിത്. സാധാരണ മഞ്ഞളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് വീട്ടിൽ നമ്മൾ ഉണക്കി പൊടിപ്പിച്ച സാധനമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രമല്ലാണ്ട് നന്നായിട്ട് ഗ്ലാമർ വയ്ക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറുതായിട്ടെങ്കിലും പിമ്പിൾസ് ഒന്ന് പറയുകയാണെങ്കിൽ അത്രയും. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളത്തിൽ. എനിക്ക് ഈ തൈര് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ പറ്റില്ല. ഓയിലി സ്കിന്നും കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ പറ്റാറില്ല. അപ്പം ഞാൻ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്ലോയും അതുപോലെ തന്നെ ഈ പിമ്പിൾസൊക്കെ ഒന്ന് ഒതുങ്ങണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ഗ്ലോ ആവുന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ചെറിയ മാറ്റമൊക്കെ തോന്നാറുണ്ട്. പിന്നെ എനിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫേസ് നല്ലപോലെ ഇങ്ങനെ ഡാർക്കായിട്ടും കഴുത്തും അതുപോലെ ഡാർക്കായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലും അതങ്ങനെ വലിയ കാര്യമായിട്ട് ചേഞ്ചും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മുടെ ഒരു കോൺഫിഡൻസിന് അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഫേസിലും ഞാൻ എന്തിടാണെങ്കിലും ഫേസിൽ അതുപോലെ തന്നെ നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ദേ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ദേ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണങ്ങിയൊക്കെ സെറ്റായിട്ട് വരണം. ഒരു 10-15 ഒരു 20 മിനിറ്റോളം ചിലപ്പോൾ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് താളിയൊക്കെ പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മഞ്ഞളിട്ടിട്ട് കുറച്ച് നേരം അത് ഉണങ്ങാനായിട്ട് വെക്കുന്ന ടൈമിൽ നമുക്ക് താളിക്കുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ വലിയ ചെമ്പരത്തി മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യത്തിന് പൂവും പിന്നെ അതുപോലെ തന്നെ കിളുന്ത ഇലകളൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ താളിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങൾ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരുവിധം അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താളിക്കുള്ള ഐറ്റംസൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും മഞ്ഞളൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കാണ്ട് ഞാനത് കഴുകി കളഞ്ഞു. അപ്പോൾ കഴുകി കളഞ്ഞതിന് ശേഷമാണ് എനിക്ക് തലയിൽ മാസ്ക് ഇടാനായിട്ട് എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഫുള്ള് കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഫുള്ളായിട്ട് കഴുകി കളഞ്ഞു. അപ്പോൾ ഈ മഞ്ഞൾ ഇടുമ്പോൾ ചെറിയൊരു എരിച്ചിലോ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ പച്ചവെള്ളം കൊണ്ട് കഴുകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അധികം വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കണത്.
ഇതിൽ ഞാൻ ഒരു 2-3 പനിക്കൂർക്കയുടെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീർക്കെട്ടും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കാനായിട്ട് അത് നല്ലതാണ് പനിക്കൂർക്ക. അപ്പോൾ താളിക്കുള്ളതൊക്കെ ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പാക്ക് രൂപത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ. കുളിക്കുമ്പോൾ അപ്ലൈ ചെയ്യാനല്ല, അതിന് മുന്നേ ഒരു 10 മിനിറ്റ് തലയിൽ ഒരു പാക്ക് പോലെ വെച്ചിട്ട് കഴുകി കളയുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു കുഞ്ഞു ഇലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പൊടി പോലെ തലയിലുണ്ടാവും. അത് നമ്മൾ കഴുകി കളഞ്ഞ് നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പോയി കിട്ടും. അപ്പം ഞാനെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മേത്തും കാര്യങ്ങളൊന്നും ആവില്ല. ഫുള്ളായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് സെറ്റായി, താളി പാക്ക് സെറ്റാക്കിയിട്ട് മുടിയിൽ വെച്ചു. ഇനി ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലാണ് കുറച്ച് അടിച്ചു വാരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അകൊക്കെ അടിച്ചു വാരാനുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുളിക്കാം കേട്ടോ. അപ്പോൾ താളിയിട്ട ടൈം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ അടിച്ചു വാരാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ അടിച്ചു വാരിയിട്ട് പിന്നെ ഞാൻ അധികം നേരമൊന്നും വെക്കാറില്ല കേട്ടോ. 10 മിനിറ്റ് എനിക്കിങ്ങനെ അലർജിയുടെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ രാസനാദിയുടെ ബലത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് തന്നെയാണ് തലയിൽ ഇങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിച്ചു അടിച്ചു വാരി വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ക്ഷീണമായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അത്യാവശ്യത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചു. വെള്ളം ഞാൻ ഈ ഒരു ബോട്ടിൽ ഞാൻ അത്യാവശ്യം ഒരു 3-4-5 ബോട്ടിൽ ഞാൻ ഡെയിലി കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മുൻപ് ഇത്ര കുടിച്ച് തീർക്കണം, അങ്ങനെയൊക്കെ എനിക്ക് ടാർഗറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്നിങ്ങനെ വെള്ളം കുടിക്കും. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി കുളിക്കാനായിട്ട് പോകാൻ കേട്ടോ. കുളിച്ച് വരുമ്പോഴത്തേക്കും തലയൊക്കെ കുളിക്കേണ്ട കാരണം കൊണ്ട് അത്യാവശ്യം കുറച്ചധികം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10:30 ഒക്കെ ടൈമായിട്ട് വരും. അല്ലെങ്കിൽ മുന്നൊക്കെ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിയാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ പതുക്കെ രാവിലത്തെ വെയിൽ കൊള്ളൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നേരെ പോയിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല ഫ്രഷായിട്ട് വരാം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ രാസ്നാദിപ്പൊടി ഇടണം. അതാണ് എൻ്റെ ഫസ്റ്റ് ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം അത് ഇട്ടില്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല തുമ്മൽ, മൂക്കൊലിപ്പ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ പോൺസിൻ്റെ ഒരു ലൈറ്റ് ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാനൊരു 2 ആഴ്ചത്തോളമായിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് എൻ്റെ ബ്യൂട്ടീഷ്യൻ പരിപാടിയാണ്. എപ്പോഴും എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അതായത് കുറച്ച് നല്ല ഭംഗിയിലൊക്കെ ഐശ്വര്യത്തോടു കൂടിയൊക്കെ നിൽക്കണം എന്നാണ്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെയാണ് മിക്ക ദിവസമൊക്കെ നിൽക്കാറുള്ളത് കേട്ടോ. പിന്നെ ഒരു ലിപ് ബാമൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ സിന്ദൂരം ഇട്ട് കൊടുത്തു, പിന്നെ കുറേയൊക്കെ വരച്ച് കൊടുത്തു. ഇത്രയൊക്കെ തന്നെ ചെറുതായിട്ട് ഒരുങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം മുടി ഉണക്കാനായിട്ട് ഫാനിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.